ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ആകെ മൊത്തം പണി കിട്ടിയ ഒരു ദിവസമാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ടാങ്കിലും വെള്ളമില്ല, മോട്ടറും കംപ്ലൈൻ്റ് ആയി. മോട്ടർ കംപ്ലൈൻ്റ് ആയത് ശരിയാക്കി വെക്കാന്ന് വെച്ചാൽ കിണറ്റിലും വെള്ളമില്ല. ഞങ്ങൾക്ക് കിണറില്ല, ഞങ്ങൾ അപ്പുറത്തെ കാക്കാടെ കിണറ്റിൽ മോട്ടർ ഇട്ടിട്ട് അവിടെ നിന്നാണ് എടുത്തോണ്ടിരുന്നത്. പക്ഷെ എങ്കിൽ ഇപ്പം അവിടുത്തെ കിണറ്റിലും വെള്ളമില്ല. വെള്ളമില്ലാത്ത കിച്ചണിൽ എന്തോന്ന് ചെയ്യുമെന്നും പിന്നീട് അങ്ങോട്ട് എങ്ങനെ ആയിരിക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എണീറ്റില്ല. ഒരു കാര്യം കാണിച്ചു തരാവേ. നൈനും ഇക്കായും നല്ല ഉറക്കമായിരുന്നേ. ഇതൊക്കെ ഇടയ്ക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ സ്നേഹപ്രകടനം. എന്നൊന്നും ഇങ്ങനൊന്നും ഉണ്ടാവില്ല, വല്ലപ്പോഴും ഉണ്ടാവും. അങ്ങനെ രാവിലെ തന്നെ മോട്ടർ ശരിയാക്കാൻ വേണ്ടി ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. മോട്ടർ ശരിയാക്കാൻ വേണ്ടി ആൾ വന്ന് അവരൊന്ന് നോക്കിയപ്പോഴത്തേക്ക് മോട്ടർ അടിച്ച് പോയി. സർവീസ് ചെയ്യണം. അങ്ങനെ മോട്ടറൊക്കെ എടുത്ത് അവർ പുറത്ത് വെച്ചെന്ന് മോട്ടർ കൊണ്ടുപോയി ഇനി ഇക്ക ശരിയാക്കണം. അങ്ങനെ വെള്ളമില്ല എന്നുള്ള വിഷമത്തിൽ എന്തോന്ന് ചെയ്യുമെന്നറിയാതെ ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങി വന്ന സമയത്താണ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കണ കാര്യമേ അല്ല എന്നുള്ള മട്ടിൽ 4 എണ്ണം കൂടി മതിലിൻ്റെ പുറത്ത്. വേറെ എവിടെയും സ്ഥലമില്ലാത്തതുപോലെ ഇന്ന് പോയത് അവിടെയാണേ. കുറച്ച് നേരം അവിടെ നിന്ന് അടി കിട്ടുമെന്നായപ്പോൾ 4 പേരും കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, വെള്ളമില്ലാത്തത് അവരെ ബാധിക്കണ കാര്യമല്ലല്ലോ. മോട്ടർ ശരിയാക്കാൻ പോയവർ വന്നിട്ടുണ്ടേ. ഇടി വെട്ടിയവൻ്റെ തലയിൽ പാമ്പ് അടിച്ച് മറിയില്ലേ, അതായിരുന്നു സിറ്റുവേഷൻ. ചോദിച്ചേക്കാം, മോട്ടർ ശരിയായടാ? ഇല്ല. കൊടുത്ത് എന്നിട്ട് എന്ത് വെച്ച്? അവിടെ വെച്ച് കാറ് പഞ്ചറായിട്ട് മോട്ടർ ശരിയാക്കാൻ പോയവർ മോട്ടർ കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ കാറ് പഞ്ചറായിട്ട് പിന്നെ ഇവർ 3 പേരും കൂടി കാറ് ശരിയാക്കണ കട വരെ നടന്നു. സന്തോഷത്തോടെ കൂടെ പോയ ആളാണ് തണ്ടേ നടന്ന് തളർന്ന് ശശിയായിരിക്കുകയാണല്ലേ സിനാനെ, അല്ലേ? എന്തടാ പറ, എന്തോന്ന് പറ്റി പറ. കാറ് പഞ്ചറായോണ്ട് പഞ്ചർ കട വരെ നടന്നു. അതുകൊണ്ടാണ് സിനാന് വിഷമം. അങ്ങനെ നമ്മൾ കിച്ചണിലത്തേക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തുനിന്ന് വെള്ളം എടുത്ത് കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും ആവശ്യമുണ്ടല്ലോ വെള്ളത്തിന്. അത് നമ്മൾ താണ്ടെ ഈ റയാടക്കൂട്ടിൻ്റെ മതിൽ ചാടിപ്പോയി അപ്പുറത്തെ മാമിയുടെ വീട്ടിൽ നിന്ന് ഹോസ് കണക്ട് ചെയ്ത് വെള്ളം പിടിക്കണതാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് കറങ്ങി വേണം പോകാൻ. ഇത് നമുക്ക് മതിലുള്ളത് കൊണ്ടിട്ട് നമ്മൾ മതിൽ ചാടിപ്പോയി. അവിടെ നിന്ന് പിന്നെ മാമി പൈപ്പ് കണക്ട് ചെയ്തെന്ന് ഞങ്ങൾ വെള്ളം എടുക്കുമായിരുന്നു. ഇന്ന് പിന്നെ ഫുള്ള് നമ്മൾ കുളിയും തുണി കഴുകലും എല്ലാം അവിടെ നിന്ന് തന്നെ ആയിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ല മഴയായിരുന്നേ. റയാടക്കൂട്ടിൽ നമ്മൾ വെള്ളം വെച്ചേക്കുന്നത് കൊണ്ടിട്ട് തന്നെ റയായെ നമ്മളെ കാർ പോർച്ചിലായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ മാമി കുറേ വിറകൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അതും എല്ലാം കൊണ്ടുവന്ന് നമ്മൾ കാർ പോർച്ചിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. റയാക്ക് ദേഷ്യമാണോ എന്തിനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. റയാടക്കൂടെ നമ്മൾ കൈയടക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മഴ കാണാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാം പുറത്തിറങ്ങിയിരിപ്പുണ്ടായിരുന്നേ. പിന്നെ റയാടെ അടുത്ത് പോയി. അത്യാവശ്യം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് റയാടുത്ത് പോയത്. അപ്പോൾ റയ ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും പുറത്തിറങ്ങി വന്നപ്പം ബേർഡ്സിനൊന്നും കുഴപ്പമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. റയായും ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഇന്നലെ ഒപ്പിച്ച പണിയാണ് അവളെ കൂടെ നമ്മൾ കൈയടക്കേണ്ട ദേഷ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.